7 മണിക്ക് പത്രം വായിക്കുമ്പോൾ തന്നെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ സമയം ഇത്ര ആയത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ചായ വന്നിട്ടുള്ള പണിയൊക്കെ മതി. പോട്ടെ, നല്ലൊരു ദിവസമായിട്ട് അതിനൊന്നും പറയണ്ട. ഇത് എവിടെ നോക്കി നടക്കണത്? പൂവൊക്കെ പോയില്ലേ? അത് സാരില്ല, നമുക്കിടല്ല. നല്ലൊരു ദിവസമായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വന്നൂടെ? എന്താ പറ്റിയേ? ഞാൻ ഇന്നും കുളിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ പണിക്ക് തന്നെ. പക്ഷെ ഈ വയർപ്പിന്റെ മണം എന്താ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാമെന്ന് മാത്രം. ഇങ്ങോട്ട് തന്നെ ഇത് കാർമസിയുടെ നാച്ചുറൽ ഡിയോഡറന്റ് റോളോൺസ് ആണ്. അതായത് 95% നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റും 5% എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി ലൈഫിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു റോളോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഉടനെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഡ്രൈ ആയിക്കോളും. 0 സ്റ്റിക്കിനെസ് ആണ്. കുളിച്ച് ഫ്രഷ് ആയിട്ടുള്ള ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഈ റോളോൺസ് നമ്മുടെ വേർപ്പിന് ഇല്ലാണ്ടാക്കും എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ വേർപ്പിൽ നിന്നുള്ള ദുർഗന്ധത്തിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ള അതിന്റെ മെയിൻ പർപ്പസ്. മെയിനായിട്ട് 3 ഫ്രാഗ്രൻസിലാണ് ഇത് വരുന്നത്. ഇതിൽ ഏതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് അതെടുത്തോ. ഇതിൽ ഫ്ലോറൽ സെൻസിറ്റ് എന്ന് പറയുമ്പോൾ ഗാർഡനിലേക്ക് സോഫ്റ്റ് പൂക്കളുടെ സുഗന്ധവും ഫ്രഷ് ബ്ലോസം എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് നാരങ്ങയുടെ ഒക്കെ ഒരു റീഫ്രഷിംഗ് ഫ്രാഗ്രൻസും ആണ് കേട്ടോ വരുന്നത്. ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നോക്കി. അത് ഫ്ലോറൽ സെൻസിറ്റ്. എന്നാ അതെടുത്തോ. അയ്യോ, എനിക്കിത് തന്നാ കുഞ്ഞിന്. അറിയാം, പർപ്പിൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്കി എന്നൊക്കെ വാങ്ങുമെന്നല്ലേ. പിന്നെ കൊച്ചിയിലാണെങ്കിൽ സെയിം ഡേ തന്നെ ഡെലിവർ ആവുന്നു പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത. അതെ, പേടിക്കണ്ട, ഞാനൊന്നും പറയില്ല. സ്നേഹത്തോടു കൂടി അവള് തന്നതല്ലേ, വാങ്ങിച്ചോ. അല്ല, അമ്മച്ചിക്ക് എന്താ പതിവില്ലാണ്ട് അവളുടെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ? അല്ല, നാളെ ഓണമൊക്കെ അല്ലേ, അപ്പൊ നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്തിനാ വിഷമിപ്പിക്കണേന്ന് ഓർത്താ. അത് ശരി. അപ്പൊ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രം കാണിക്കേണ്ട ഒന്നാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്? ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാരെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ മറ്റുള്ളവരെ മാക്സിമം ദ്രോഹിച്ചും ഉപദ്രവിച്ചും അവരുടെ ഫീലിങ്സിന് യാതൊരു വിലയും കൊടുക്കാണ്ട് മനുഷ്യരായിട്ട് പോലും കാണാണ്ട് നടക്കും. എന്നിട്ട് ഇങ്ങനത്തുള്ള വിശേഷ ദിവസങ്ങൾ, പെരുന്നാൾ, പിറന്നാൾ, ഇങ്ങനെ ഓണം, വിഷു ഒക്കെ വരുമ്പോൾ ആവശ്യത്തിലധികം മര്യാദയും അനാവശ്യമായിട്ടുള്ള ദാനധർമ്മവും ഓവർ മനുഷ്യത്വമൊക്കെ അങ്ങോട്ട് കാണിക്കും. എന്നിട്ട് ഈ ചടങ്ങുകളും പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പണ്ടത്തേനേലും കഷ്ടവും. എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്നും ഒരേപോലെ മനുഷ്യരായിട്ട് കണ്ട് പരിഗണിച്ച് ആ ഒരു ബേസിക് മനുഷ്യത്വം കാണിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ? അത് സാരമില്ല. വിശേഷ ദിവസങ്ങളിലെങ്കിലും ഞാൻ മനുഷ്യത്വം കാണിക്കണ്ടല്ല. അതുപോലും ചെയ്യാത്ത എത്ര പേരുണ്ട്. അത് ശരി.